സമരം അവസാനിപ്പിക്കുകയാണ് ദിനേശ്. സമരങ്ങൾ തുടരുകയാണ്. സമരങ്ങൾ തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് നാളുകളിൽ ജില്ലാ കേന്ദ്രങ്ങളിലെ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നത്തെ സമരം അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ സമരത്തിന്റെ ഇപ്പോഴത്തെ പ്രതിഷേധം മാത്രമാണ് ഇവിടെ പര്യവസാനിക്കുന്നത്. ബാക്കി സമരങ്ങളെല്ലാം തന്നെ തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകും. നിയമസഭാ സമ്മേളന കാലയളവിൽ തന്നെ വീണ്ടും നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സമരങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ജില്ലാ കേന്ദ്രങ്ങളിൽ ഈ സഭാ കാലയളവിൽ തന്നെ സമരങ്ങൾ ഉണ്ടാകും. സുഹൈൽ, അതാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ് വ്യക്തമാക്കിയത്. ഇന്നത്തെ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു. കാരണം പ്രവർത്തകരടക്കം വലിയ രീതിയിൽ പ്രവർത്തകർക്ക് ക്ഷീണവും മറ്റുമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. അവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നത്തെ സമരം അവസാനിപ്പിക്കുന്നു. തൊട്ടടുത്ത നിയമസഭാ സമ്മേളനം നടക്കുന്ന തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ സമരം തുടരും എന്ന് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കുന്നു. നാളെ മുതൽ ജില്ലാ കേന്ദ്രങ്ങളിലും സമാനമായി സമരം തുടരുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും ഇന്നത്തെ സമരം മണിക്കൂറുകൾ പിന്നിടുന്നു. ഏതാണ്ട് 1 മണിയോടുകൂടി അവിടേക്ക് എത്തിയ സമരമാണ്. അത് 2:15 അടുക്കുന്നു. 2-2.25 മണിക്കൂറായി ആ സമരം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് തെളിയിക്കുന്നത് ഈ നിയമസഭാ സമ്മേളന കാലയളവ് എത്രത്തോളം കലുഷിതമായിരിക്കും, പ്രക്ഷുബ്ധം നിറഞ്ഞതായിരിക്കും എന്നുള്ളത് തെളിയിക്കുന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ ഇന്ന് നിയമസഭയ്ക്ക് പുറത്തുള്ള ഈ സമരം. കോൺഗ്രസ് ഇന്ന് സഭയ്ക്കകത്തും വലിയ രീതിയിൽ പ്ലക്കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് സഭാ നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരം സഭയ്ക്കകത്ത് കോൺഗ്രസ് നടത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല സ്വർണ്ണക്കൊള്ള, സജി ചെറിയാന്റെ വിദ്വേഷ പ്രസംഗം അടക്കമുള്ള നിരവധിയായ വിഷയങ്ങൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും. വിനീഷ് കൂടി സംഭവസ്ഥലത്തുണ്ട്. വിനീഷ്, പതിയെ തുടങ്ങിയ സമരമാണ്, പ്രതിഷേധമാണ്, ഒടുക്കം കണ്ണീർവാതകം വരെ എത്തി. അങ്ങനെ 1.5 മണിക്കൂറിനടുത്ത് തുടർന്ന സംഘർഷഭരിതമായ സാഹചര്യത്തിന് വിരാമമാകുന്നു, ക്ലൈമാക്സ് ആകുന്നു. തൽക്കാലം ഇന്നത്തേക്കുള്ള പ്രതിഷേധം അവസാനിപ്പിക്കുന്നു. പക്ഷേ എന്നേക്കുമായുള്ള ക്ലൈമാക്സ് അല്ല, തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ജില്ലാ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധത്തിനടക്കം ആഹ്വാനം ചെയ്തിരിക്കുന്നു. എന്താണ് അവിടെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? എന്താണ് നമുക്ക് അവിടെ തരാൻ കഴിയുന്ന വിവരങ്ങൾ? സുഹേൽ, എന്തായാലും പ്രതിഷേധം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പലയിടത്തും വാഹനങ്ങൾ തടയുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങുന്നത് നമുക്ക് കാണാമായിരുന്നു. ആദ്യം നമുക്കറിയാം 12:30 കൂടിയാണ് ഇവരുടെ പ്രതിഷേധം. 1 മണിയോട് കൂടി തന്നെയാണ് പ്രതിഷേധം ആരംഭിച്ചത്. ആദ്യം പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയായിരുന്നു. ജലപീരങ്കി ഉപയോഗിച്ച് ആദ്യത്തെ വരുൺ വെഹിക്കിളിലുള്ള ജലപീരങ്കിയിലെ വെള്ളം തീർന്നതിനെ തുടർന്ന് രണ്ടാമത്തത് എത്തിച്ചെങ്കിലും അത് കൃത്യമായി തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പോലീസിന് കഴിയാതെ പോയി. തുടർന്നാണ് മറ്റു ടിയർ ഗ്യാസ് പ്രയോഗിക്കാൻ തുടങ്ങിയത്. ടിയർ ഗ്യാസ് പ്രയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി ടിയർ ഗ്യാസ് പ്രയോഗിച്ചതിന് മുമ്പ് ഈ ബാരിക്കേഡ് തകർക്കാൻ, അതായത് കയർ ഉപയോഗിച്ചുകൊണ്ട് വലിച്ച് ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചത്. പരക്കെ ടിയർ ഗ്യാസ് പൊട്ടുകയായിരുന്നു. ഇതേ തുടർന്ന് ആളുകൾ ചിതറിയോടി. ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകരും പോലീസുകാരും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പല ആളുകളും കുഴഞ്ഞു വീഴുന്ന ഒരവസ്ഥ നമുക്ക് കാണാമായിരുന്നു ദൃശ്യങ്ങളിൽ. പല ആളുകൾക്കും റോഡിൽ നിന്ന് എഴുന്നേൽക്കാനോ കണ്ണു കാണാനോ പറ്റാത്ത ഒരവസ്ഥയുണ്ടായി. വലിയ തോതിൽ തന്നെ ശാരീരിക അസ്വസ്ഥതകൾ പല ആളുകളും പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും സമരത്തിന് ഇപ്പോൾ താൽക്കാലികമായ ഒരു വിരാമം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും ഈ റോഡിൻ്റെ ഈ നിയമസഭയുടെ പല പരിസരങ്ങളിലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രതിഷേധം തുടരും എന്നുള്ളൊരു സൂചന തന്നെയാണ് അവർ നൽകുന്നത്. ഇന്ന് പിരിഞ്ഞു പോയാൽ തന്നെ വരും ദിവസങ്ങളിൽ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും അതിന്റെ മറ്റുള്ള പോഷക സംഘടനകളെല്ലാം തന്നെ ഇത്തരത്തിൽ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. തീർച്ചയായും എന്തായാലും ഇന്നത്തെ പ്രതിഷേധം ഔദ്യോഗികമായി അവസാനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ തലസ്ഥാനത്ത് നിന്ന് ഒരു മാരത്തൺ പ്രതിഷേധങ്ങൾക്ക്, ഈ പറഞ്ഞതുപോലെ മാർച്ചുകൾക്കൊക്കെ തുടക്കമാവുകയാണ്. നാളെ മുതൽ ജില്ലാ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.